നമസ്കാരം. മുളവന മീഡിയയിലേക്ക് സ്വാഗതം. പൗത്രേശ്വരം പഞ്ചായത്തിൽ വാറൂർ എരുതനങ്കാട് വഴി കല്ലട പടപുഴയിലേക്ക് റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഉടമകളുമായുള്ള ചർച്ചയിൽ വിജയം കണ്ടു. വഴിയുണ്ടാകണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഭാവി അത് നിങ്ങളുടെ ഈ ക്രോഡീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ LSCDയെ AXA വിട്ടേക്കാം. അത് ലാൻഡ് അത് എത്തപ്പെടുന്നത് അതാണ് ആദ്യഘട്ടത്തിൽ. അപ്പോൾ സമയത്തുനിന്നാണ് വന്നത്. നല്ല മനസ്സുണ്ടായത് കൊണ്ടാണ് വന്നത്, അല്ലേ വരേണ്ട കാര്യമില്ലല്ലോ. അതാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് ഇതിനകത്ത് എല്ലാവരും ഇരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടാകും. പിന്നെ നമ്മുടെ നാടെന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു പ്രകൃതി കനിഞ്ഞു നൽകിയ മലകളും പുഴകളും ചിറയും അതുപോലെ തന്നെ വയലുകളും എല്ലാം ഉള്ള വളരെ മനോഹരമാണ്. നമ്മൾ ഓരോരുത്തരും വിവിധ സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി അനിൽ തോമസിനെയൊക്കെ എനിക്ക് പരിചയമുള്ള നല്ലൊരു സഞ്ചാരിയാണ്. അപ്പോൾ ബൈക്കും സൈക്കിളും ഒക്കെ ആയിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇങ്ങനെ വിവിധ സ്ഥലങ്ങൾ, മനോഹരമായ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ആസ്വദിക്കാൻ നമ്മൾ പല സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ നമ്മുടെ വീടിന് മുമ്പിലുള്ള ഈ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കാറില്ല. ഫുൾ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ ലൈഫ് വേണം, ഫിനാൻഷ്യൽ വേണമെങ്കിൽ ന്യായമായ രീതിയിൽ ഒരു ഷെയർ തരാൻ ഞാൻ തയ്യാറാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പൗത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഒരു വലിയ പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. വാറൂർ ഭാഗത്തു നിന്ന് ആരംഭിച്ച് എരുതനങ്ങാട് വഴി പടപുഴയിൽ എത്തിച്ചേരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് റോഡ് നിർമ്മാണം അതെങ്ങനെ സാധൂകരിച്ചെടുക്കാൻ കഴിയും, അത് സാധൂകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് 2 സൈഡിലുള്ള ലാൻഡ് ഓണേഴ്സിനെ ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായം തേടുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ വളരെ സമയബന്ധിതമായി ലാൻഡ് അക്വിസിഷൻ നടപടികളുണ്ട്. അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നടത്തിക്കൊണ്ട് ടൂറിസത്തിന് കൂടി വളരെ പ്രാധാന്യം ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് നാം കാണുന്നത്. അതിന് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹായം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഫണ്ടിങ്ങിൻ്റെ ഷോർട്ടേജ് ആണെങ്കിൽ ആ ഫണ്ടിങ് എങ്ങനെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും, ആ ഇടപെടലുകൾ കൂടി നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് നടത്താൻ കഴിയും. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി ഇതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി ഈ റോഡും അനുബന്ധ ഭാഗങ്ങളും ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി വളർത്തിയെടുക്കുക എന്നതാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. ഉടനെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിക്കും. വർഷങ്ങളായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷമായിരിക്കും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട അനവധി ആൾക്കാർക്ക് ഇപ്പോൾ വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ച ഈ കാലഘട്ടത്തിലും വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിച്ച കുറെ ആൾക്കാർക്ക് വീടുകളിലേക്ക് പോകാനും എല്ലാം വളരെ അധികം സൗകര്യമായിരിക്കും. പിന്നീട് ഇത് 3-3.5 കിലോമീറ്റർ ദൂരത്തിൽ ഈ റോഡ് ചെയ്യുന്ന വലിയ റിസ്ക് ആണെന്നറിയാം. പക്ഷെ റവന്യൂവിന്റെ പ്രശ്നം പരിഹരിക്കണം. ഈ പിന്നെ ലാൻഡിന്റെ എല്ലാം ക്ലിയറൻസ് എല്ലാം നേടിക്കൊണ്ട് ഈ റോഡ് വളരെ ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തിന്റെ വളരെയധികം യാത്രാക്ലേശം പരിഹരിക്കുകയും ടൂറിസം സാധ്യതയ്ക്ക് വളരെ പ്രമുഖമായ ഈ സ്ഥലത്ത് വളരെയധികം പ്രയോജനങ്ങൾ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലേ.